വറ്റി വരേണ്ട ഈ വേനലിൽ നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ട തോടുകളുടെ ദുരവസ്ഥയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാനെന്നുള്ളത് മുറിഞ്ഞപാലത്താണ്. ദേ കാണുന്നത് മുറിഞ്ഞപാലമാണെങ്കിൽ ദാ ഈ കിടക്കുന്നത് ഒരു പട്ടി ചത്ത് ചീഞ്ഞ് കിടക്കുന്നതാണ്. ആ ഒരു പട്ടി വെള്ളത്തിൽ വീണ് ചീഞ്ഞിട്ട് ഇവിടെ നാറിയിട്ട് നിൽക്കാൻ പാടില്ല. അതിനേക്കാളുപരി ഇതേ ഇവിടെ പാലത്തിന്റെ പണി നടക്കുന്ന സമയത്ത് ഉപേക്ഷിച്ച് പോയ പാറക്കല്ലുകളാണ് ഇവിടെ ഈ കിടക്കുന്നത്. ഇത് കാരണം നാട്ടുകാരോട് ഇറങ്ങാൻ പോലും കഴിയുന്നില്ല. സാമൂഹിക വിരുദ്ധരുടെ ശല്യം രൂക്ഷമായ ഈ ഒരു പ്രദേശത്തെ ഒരു നാഗർകാവിന്റെ മുന്നിലുള്ള ഒരു കാഴ്ച നിങ്ങൾ കാട്ടിത്തരാം. ക്ഷേത്രത്തിന് മുന്നിലെ ഒരു കാഴ്ചയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ദയനീയമാണെന്ന് നോക്കിയേ. നമ്മുടെ മുറിഞ്ഞപാലം തോടിന്റെ ഒരു ദയനീയ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. കുപ്പികളെല്ലാം അടിഞ്ഞുകൂടി ഇതേവിടെ കാടൊക്കെ പിടിച്ചിട്ട് തോടേതാ കാട ഏതാണെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഇവിടെ കിടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കുടിവെള്ളക്ഷാമം നേരിടുന്ന 2 പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്ത് നമ്മുടെ മംഗലപുരം ഗ്രാമപഞ്ചായത്താണ്. ആ മംഗലപുരം ഗ്രാമപഞ്ചായത്തിലെ ഒരു തോടിന്റെ ദുരവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ തോടിനെ ഇങ്ങനെയാണോ ഈ പഞ്ചായത്ത് സംരക്ഷിക്കേണ്ടത്? ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ചീപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങളുടെയൊക്കെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ നീന്തൽ പഠിക്കുന്നതൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ആരും വരാറില്ല. ഈ അഴുക്ക് പിടിച്ചെടുക്കുന്ന തോട്ടിൽ ആര് വരാനാണ്? നമ്മൾ റീൽസിലെ കണ്ടിട്ടുണ്ടാകും ഒരുപാട് യുവാക്കൾ അവരുടെ നാട്ടിൽ നേരെ തോടുകളിലൊക്കെ പോയിട്ട് കുത്തി മറിയുന്നത് ഈ വെക്കേഷനൊക്കെ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു തോട് കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരു തോടാണ് ദേ ഈ കിടക്കുന്നത്. ഈ വേനൽക്കാലത്ത് നമ്മുടെ യുവാക്കൾ മണിക്കൂറിന് 300-200 രൂപ കൊടുത്തിട്ടാണ് സമീപ പ്രദേശങ്ങളിലെ ഓരോ പൂളുകളിൽ പോയി കിടക്കുന്നതും സ്വിമ്മിംഗ് പഠിക്കുന്നതും ഒക്കെ. ഈ തോടുകൾ വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഈ നാട്ടിൻ പ്രദേശത്ത് അവർ കളിച്ച് വളരില്ലായിരുന്നോ? ഈ വേനൽക്കാലത്തല്ലാതെ എപ്പോഴാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യാനിരിക്കുന്നത്? എൻ്റെ പേര് വിനയ്. ഞാൻ മംഗലാപുരം ഗ്രാമപഞ്ചായത്തിലെ ജൈവ വൈവിധ്യ സംരക്ഷണ സമിതിയുടെ കൺവീനറായിരുന്നു. ഇപ്പോൾ കാണുന്ന ഈ ദുരന്തം അതിന് സമാനമായി ഒരു 5 വർഷം മുമ്പ് ഒരു പ്രതിഭാസം എന്ന് തന്നെ പറയാം. അങ്ങനെ ഉണ്ടായിരുന്നു. ഒരുപാട് കുപ്പികൾ വന്ന് ഇവിടെ അടിയുകയും ഇതിന് മുകളിൽ പുല്ല് വളരുകയും അതിന് മുകളിൽ വീണ്ടും മുൾച്ചെടികൾ വളരുകയൊക്കെ ചെയ്ത് നദിയുടെ നീരൊഴുക്കിന് നന്നായി ബാധിച്ചിരുന്നൊരു സംഭവം. ആ സമയത്ത് മംഗലാപുരം പഞ്ചായത്ത് തന്നെ നദിക്കായി ഒരുമിക്കാമെന്നൊരു ക്യാമ്പയിൻ മുറിഞ്ഞപാലത്ത് വെച്ച് നടത്തുകയും അവിടെ കൂടിയിരുന്ന ആൾക്കാരുടെ നിർദ്ദേശത്തൊക്കെ തുടർന്ന് തൊഴിലുറപ്പ് ആൾക്കാരുടെ സഹായത്തോടെ ഇവിടെ വഴിയും തോടും വൃത്തിയാക്കി ഇടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ ഒരുപാട് രൂക്ഷമായി കുപ്പികൾ, ആയിരക്കണക്കിന് കുപ്പികൾ വന്നടിക്കുകയും അതിന് മുകളിൽ പുല്ല്, മുൾച്ചെടികൾ, ചാരിൻ്റെ മരങ്ങൾ പോലും ഇതിൻ്റെ ഇടയിൽ വളരാവുന്ന ഒരു പ്രതിഭാസത്തിലേക്ക് വന്നിരിക്കുകയാണ്. നീരൊഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. അടിയന്തരമായി പഞ്ചായത്ത് ഇക്കാര്യത്തിൽ ഇടപെട്ട് ഇതിനുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് സൈഡ് വാൾ കെട്ടി തോടിൻ്റെ ആഴം കൂട്ടി വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കുക എന്നുള്ളതാണ്. അത് ഭാവിയിൽ ചെയ്യുകയും തുടക്കത്തിൽ അടിയന്തരമായി നമുക്ക് ഇതിൻ്റെ നീരൊഴുക്ക് സുഗമമായി വിടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പേര് ജയകൃഷ്ണൻ. ഞാനിവിടെ മുറിഞ്ഞപാലം കുളങ്ങരയുള്ളതാണ്. ഞാനിപ്പോൾ മെയിനായിട്ട് പറയാനായിട്ട് വന്നത് നമ്മളിവിടെ മുറിഞ്ഞപാലം തോടിൻ്റെ അവസ്ഥ. അതായത് ഈ നിങ്ങൾ ബാക്കിൽ കാണുന്ന തന്നെ കാണാം, മൊത്തവും കാടായി കിടക്കുകയാണ്. ഈ തോടിൻ്റെ 2 സൈഡിലും അതിൻ്റെ നടുക്കുമായിട്ട് മൊത്തവും ചവറും ഈ വള്ളികളും പടർന്നിട്ട് ഇതിൻ്റെ ഒഴുക്ക് തന്നെ നിലച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ കൃഷിയുടെ അവസ്ഥയും ഇതാണ്. നമ്മൾ ഈ സൈഡ് വാളും ഇതെല്ലാം പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ജലക്ഷാമം വരുന്ന ഒരു സ്ഥലം കൂടെയാണ്. അപ്പോൾ നമ്മളെ വെള്ളത്തിൻ്റെ അവസ്ഥ ഇതാണ്. അത് പറയാനായിട്ടാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് തന്നെ കാണാം, ഇതിനകത്ത് ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഈ ഫുള്ള് കച്ചടയും കാര്യങ്ങളും എല്ലാം വന്ന് കിടക്കുകയാണ് ഇവിടെ. പിന്നെ ഇതിൻ്റെ സൈഡ് വാള്, അതായത് തോടിൻ്റെ ആഴം കുറഞ്ഞിട്ട് വെള്ളം മഴ പെയ്യുമ്പോൾ അത്രയും ഈ ഫുള്ള് വയലിലേക്ക് വെള്ളം ഇറങ്ങുന്ന അവസ്ഥയിലേക്ക് പൊക്കോണ്ടൊക്കെ ഇരിക്കുകയാണ്. ഒഴുക്ക് നിലച്ചിട്ടാണ് ആ ഒരു അവസ്ഥ വരുന്നത്. ഞാനിവിടെ മത്സ്യകൃഷി നടത്തിയിരുന്ന ഒരാൾ കൂടെയാണ്. അത്യാവശ്യം തീറ്റപ്പുൽ കൃഷിയും ക്ഷീരകർഷകനും ഒക്കെയാണ്. 2025 യുവകർഷകനും കൂടെ ആയിരുന്നു മംഗലാപുരം പഞ്ചായത്തിലെ. ഞാനിവിടെ മത്സ്യകൃഷി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ വർഷം തന്നെ ഈ തോടിൻ്റെ സൈഡ് വാള് നിറഞ്ഞിട്ട് വെള്ളം കരയിലേക്ക് കയറി, ആഴം കുറഞ്ഞിട്ട് ഫുള്ള് കരയിലേക്ക് വെള്ളം കയറി ആ ഒരു കൃഷി എനിക്ക് പോവേണ്ട ഒരു അവസ്ഥ വന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഞാൻ മത്സ്യകൃഷി നടത്തിയിരുന്നത്. ആ സമയത്ത് ഇവിടെ വെള്ളം കയറിയപ്പോൾ അങ്ങ് അറ്റം വരെയും കൊടവൂരിൻ്റെ അമ്പലക്കുളത്തിൻ്റെ സമീപം വരെ വെള്ളം കയറി ആ ഒരു മത്സ്യത്തിൻ്റെ വെള്ളം അങ്ങ് ഫുള്ള് കയറി തോടും നമ്മളെ പുരയിടം അറിയാൻ പറ്റാത്ത രീതിയിൽ വെള്ളം കയറി മത്സ്യക്കുഞ്ഞ് കുറേ പോവുകയും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കുറേ വാഴയും അങ്ങനെയുള്ള തെങ്ങും ഇതൊക്കെ അന്ന് നശിക്കാനും കുറേ കാരണമായി. അപ്പോൾ അന്ന് മുതലേ നമ്മൾ ഗ്രാമസഭകളിലും മറ്റുള്ള ഇതെല്ലായിടത്തും മെമ്പർമാരുടെ എല്ലായിടത്തും പറയുന്നുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിയുടെയും പറയാറുണ്ട്. പക്ഷേ
അവർ മിനിറ്റ്സിൽ ഗ്രാമസഭയിൽ വന്ന് മിനിറ്റ്സിൽ എഴുതിക്കൊണ്ട് പോകുന്നതല്ലാതെ മറ്റുള്ളൊരു നടപടിയോ അല്ലെങ്കിൽ ഇപ്പോഴ് നമ്മളെ കൊടവൂർ വാർഡിൽ കഴിഞ്ഞ ഒരു ഇതും പറഞ്ഞ് ഗ്രാമസഭയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഒരു നടപടി ഉണ്ടായിട്ടില്ല. അങ്ങനെ സഹി കെട്ടിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാനായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് വന്നതാണ്. കൊടവൂർ വാർഡിലെ മെമ്പറാണ് ഞാൻ. പക്ഷേ ഇത് 3 മാസമേ ആയിട്ടുള്ളൂ എനിക്ക് ഈ തോട് എൻ്റെ കയ്യിൽ വന്നിട്ട്, കൊടവൂർ വാർഡിൻ്റെ ഇതിലായിട്ട് വന്നിട്ട്. അതുവരെ ഇത് പുന്നേക്കുന്നത്തെ വാർഡിലെ തോടായിരുന്നു. പക്ഷേ ഇതുവരെയും അവർ ഈ തോട് ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഈ തോടിൻ്റെ വരമ്പ് കൊടവൂരും തോട് അപ്പുറം പുന്നേക്കുന്നവുമാണ്. അവർ ഇതുവരെയും ചെയ്തിട്ടില്ല. പിന്നെ കാലാകാലങ്ങൾ മുമ്പൊക്കെ നമ്മൾ തൊഴിലുറപ്പുകാരെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളതും കൊടവൂർ വാർഡുകാരാണ്, അല്ലാതെ അവരാരും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഇത്രയും ഇങ്ങനെ അടിഞ്ഞ് കിടക്കുന്നത് നമ്മുടെ ഇതടിഞ്ഞ് കിടക്കുന്നത് നമ്മളിപ്പം സെക്രട്ടറി ഞാൻ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചിട്ട് ഇതിലെന്ത് ചെയ്യാൻ പറ്റും, JCB വല്ലതാ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തായാലും ചെയ്യാം. പക്ഷേ ഇത്രത്തോളം ആൾക്കാർ ഇത്രയും രീതിയിൽ ഇങ്ങനെ കുപ്പി കൊണ്ടുവന്ന് ഇവിടെ നിറച്ചിട്ടിരിക്കുന്നത് വല്ലാത്തൊരു നമ്മുടെ അസഹനീയതയാണ്. നമ്മളത് എന്തായാലും ഇത് വൃത്തിയാക്കാൻ മുൻകൈ എടുത്ത് നമ്മളിത് എന്തായാലും വൃത്തിയാക്കും. നമുക്ക് വൃത്തിയാക്കിയല്ലേ പറ്റൂ. കാരണം ഇതിലുള്ള ജലമാണ് പലരുടെയും വീടുകളിലെ കിണറുകളിൽ ഊറ്റായിട്ടിരിക്കുന്നത്. ഈ തോടിൽ കൂടെ വെള്ളം ഉള്ളത് കൊണ്ടാണ് പല കിണറ്റുകളിലും വെള്ളം ഉള്ളത്. അതല്ലായിരുന്നെങ്കിൽ ഈ സമയത്തൊക്കെ കിണറുകളിലൊക്കെ വെള്ളം വറ്റുമായിരുന്നു. പണ്ട് ഇങ്ങനെയല്ല, ഈ കുളം നിറച്ച് ഈ തോട് നല്ല രീതിയിൽ വെള്ളം പൊയ്ക്കൊണ്ടിരുന്ന തോടായിരുന്നു. ഇനി എന്തായാലും അതിന് നേരെയാക്കി എടുക്കണം. അതിൻ്റെ പരിശ്രമത്തിലായിരിക്കും തീർച്ചയായിട്ടും ഞാൻ. നാട്ടുകാരും കൂടെ സഹായത്തോടെ ഇതെന്തായാലും വൃത്തിയാക്കി എടുക്കാം എന്ന് ഞാനൊരു ഉറപ്പ് തരുകയാണ്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു പാലത്തിന്റെ പണി നടന്നു കഴിഞ്ഞ സമയത്ത് അന്നുണ്ടായിരുന്ന വേസ്റ്റുകളെല്ലാം കൂടി ഇവിടെ തന്നെ ഡംപ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ തോടിന് ആഴം കുറയുകയും സൈഡിൽ ഡംപ് ചെയ്ത വേസ്റ്റിൽ കാട് കയറി ഇവിടെ ആകെ പന്തലിച്ചിട്ട് ഈ തോടിന്റെ ഒഴുക്ക് തന്നെ നിലച്ചിരിക്കുകയാണ്. ഈ തോടിനെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നാട്ടുകാർ ചേർന്ന് ഒരു കൂട്ടായ്മ രൂപീകരിച്ച് ഈ തോടിനെ വൃത്തിയാക്കുകയോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഇടപെടുന്ന ഒരു പരിഹാരം കാണുകയോ ചെയ്യുക, അല്ലെങ്കിൽ വരുന്ന മഴക്കാലത്ത് വലിയൊരു ദുരന്തമാണ് ഈ പ്രദേശം നേരിടാൻ പോകുന്നത്.